ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് നടന്ന കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ സയൻറ്റിഫിക് ഓഫീസർ പോസ്റ്റിനുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ഒരു സെഷനിൽ ഫോറൻസിക് പാർട്ടാണ് നമ്മൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. പൊതുവേ എക്സാം ചെറിയൊരു ഡിഫിക്കൽട്ട് സൈഡിലാണ് എന്നാണ് ഒപ്പീനിയൻ പലരുടെയും. ഫോറൻസിക് ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെയായിരുന്നു. UGC നെറ്റിനേക്കാളും മിക്ക ക്വസ്റ്റ്യൻസും അതിനേക്കാളും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ സ്പാർട്ടൻസ് എന്ന് പറഞ്ഞ സെൻറ്ററിൽ എല്ലാ ടോപ്പിക്സും ഒരുമാതിരിപ്പെട്ട എല്ലാ ടോപ്പിക്സും നമ്മൾ എക്സാമിന് മുന്നേ തന്നെ കവർ ചെയ്തിരുന്നു സിലബസിലുള്ളത്. മറ്റ് സെൻറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഫോറൻസിക് പോർഷനേക്കാളും വളരെ കൂടുതൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഫുള്ളി നമ്മൾ സിലബസ് എക്സാമിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അധികം വൈകാതെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് കിടക്കാം. ഇനി ഒഫീഷ്യൽ ആൻസർ കീ വന്നാൽ മാത്രമേ ഇതിൽ കൂടുതൽ ക്ലാരിറ്റി നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഫോറൻസിക് എടുത്ത 12 സബ്ജക്റ്റ് എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തരുന്ന ഒരു ആൻസർ കീ ആണ്. ഇതിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവാം. കൂടുതലായിട്ട് ക്ലാരിറ്റി നമുക്ക് ഒഫീഷ്യൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് ആൽഫ ന്യൂമറിക് കോഡ് ഡിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ക്വസ്റ്റ്യൻ നമ്പർ മാറാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ട്രേസ് എവിഡൻസ്, ഫൈൻ ആയിട്ടുള്ള ട്രേസ് എവിഡൻസ് വിഷ്വൽ ഇൻസ്പെക്ഷനിൽ മിസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സെർച്ച് മെത്തേഡ് ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾട്ടർനേറ്റ് ലൈറ്റ് സോഴ്സ് എക്സാമിനേഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ട്രേസ് എവിഡൻസ് പോലും വളരെ ഫൈൻ ആയിട്ടുള്ള ട്രേസ് എവിഡൻസ് പോലും നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ട്രേസ് എവിഡൻസ് ഓൾട്ടർനേറ്റ് ലൈറ്റ് സോഴ്സ് എക്സാമിനേഷൻ വഴി നമുക്ക് കണ്ട് അതിനെ എക്സാമിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ 62nd ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്വസ്റ്റ്യനിൽ തന്നെ അത്യാവശ്യം രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിഗ്മെന്റ് ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്ഷൻ സിയിലാണ് പിഗ്മെന്റ് ഗ്രാന്യൂൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോട്ടക്സിലാണ് പിഗ്മെന്റ് ഗ്രാന്യൂൾസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. കോട്ടക്സിലുള്ള പിഗ്മെന്റ് ഗ്രാന്യൂൾസിലൂടെയാണ് നമുക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള കളർ ആൻഡ് പാറ്റേൺ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാൻ പറ്റുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 63യിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഈ ഒരു സോയില് ഒരിക്കലും ഒരു റീജിയനിൽ കെമിക്കലി ഐഡന്റിക്കൽ ആവില്ല. കെമിക്കലി ഐഡന്റിക്കൽ ആവാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു റീജിയനിൽ തന്നെ നമ്മൾ ഇത് സോയിൽ പഠിക്കുന്നതാണ്. ഒരു റീജിയനിൽ തന്നെ പല വെറൈറ്റി ഓഫ് സോയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേഷൻ സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോൾസ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 64th ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് റിലേറ്റ് ചെയ്ത് തന്നെ ആൻസർ കണ്ടുപിടിക്കാവുന്ന രീതിയിൽ ചെറുതായിട്ട് നമുക്ക് ഗസ് ചെയ്യാനെങ്കിലും പറ്റുന്നതാണ്. പക്ഷെ ഗസ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻഡിവിജ്വൽ ലെയേഴ്സിന്റെ കെമിക്കൽ കോമ്പോസിഷൻ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒരു മൾട്ടി ലെയർഡ് ആയിട്ടുള്ള പെയിന്റ് സാമ്പിളിൽ എന്നാണ്. അപ്പം ഈ ഒരു ലെയർ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ലെയർ തിക്നെസ് കാണുന്നതുകൊണ്ട് തന്നെ പോളറൈസിംഗ് ലൈറ്റ് മൈക്രോസ്കോപ്പിയിലേക്ക് ചിലപ്പോൾ ഒരു ശ്രദ്ധ പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് കെമിക്കൽ കോമ്പോസിഷൻ ആണ്. കെമിക്കൽ കോമ്പോസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള SEM-EDX ആണ്. അപ്പൊ ഇവിടെ 64ന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 65th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഈ ഒരു സസ്പെക്ട് ഐഡന്റിഫിക്കേഷന് കൂടുതൽ ആക്യുറേറ്റ് ആക്കിയത് ഏർലി 20th സെഞ്ചുറിയിൽ ഓപ്ഷൻ സി ആണ്. ഡിസ്കവറി ഓഫ് ഫിംഗർ പ്രിന്റ് ഇൻഡിവിജ്വാലിറ്റി. ഫിംഗർ പ്രിന്റ് വന്നതിലൂടെയാണ് കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് സസ്പെക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി 66th ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ചെറിയ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം രണ്ടും ഓപ്ഷൻസും കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അഡീഷണൽ സെഷൻസ് കോർട്ടും ചിലയിടത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ചിലയിടത്ത് ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോർട്ടും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അത് നമുക്കൊന്ന് ഒഫീഷ്യൽ ആൻസർ കീ വരുന്നവരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 67th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും സെക്കൻഡറി ട്രാൻസ്ഫർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്കാർട്ട് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് അനുസരിച്ച് ഈ ഒരു 4 സിനാരിയോ തന്നിട്ട് ഇതിൽ സെക്കൻഡറി ട്രാൻസ്ഫർ നടക്കുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാക്കി 3 ഓപ്ഷൻസും പ്രൈമറി ട്രാൻസ്ഫർ ആണ്. ഡയറക്റ്റ്ലി ഒരു ട്രാൻസ്ഫർ ആണ്. സസ്പെക്റ്റിൽ നിന്നോ വിക്ടത്തിൽ നിന്നോ പരസ്പരം നടക്കുന്ന ട്രാൻസ്ഫർ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ക്രൈം സീനും സസ്പെക്റ്റും തമ്മിലായാലും അല്ലെങ്കിൽ പിന്നെയും ക്രൈം സീനും സസ്പെക്റ്റും തമ്മിലാവുമ്പോൾ ഇതൊക്കെ പ്രൈമറി ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ അതൊരു സെക്കൻഡറി ട്രാൻസ്ഫർ ആണ്. ആദ്യം അത് വിക്ടത്തിൽ നിന്ന് സസ്പെക്റ്റിലേക്ക് ട്രാൻസ്ഫർ ആവുകയും പിന്നീട് അത് സസ്പെക്ട് ട്രാവൽ ചെയ്യുന്ന ടാക്സിയിലേക്ക് ആ വിക്ടത്തിന്റെ ഹെയർ ട്രാൻസ്ഫർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്നത് സെക്കൻഡറി ട്രാൻസ്ഫർ ആണ്. 67ന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 68 ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഹൈറാർക്കിയും നമ്മുടെ ഇന്ത്യയിലുള്ള സെൻട്രൽ ലാബുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. CBIയുടെ അണ്ടറിൽ ഒറ്റ ഒരു CFSL മാത്രമേ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ. അത് CFSL ഡൽഹി ആണ്. ബാക്കിയുള്ള CFSLകളൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത് MHA അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ്. ഇനി 69th ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് പാരക്വാറ്റ് പോയ്സണിങ്ങുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ്. ഓപ്ഷൻ ഡിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കറക്റ്റ് ആണ്. പാരക്വാറ്റ് ഒരു ബൈപിരിഡിനിയം ഹെർബിസൈഡ് തന്നെയാണ്. പക്ഷെ അത് മയോസിസും കോളിനർജിക് ക്രൈസിസും ഉണ്ടാക്കുന്നില്ല. മയോസിസും കോളിനർജിക് ക്രൈസിസും കോസ് ചെയ്യുന്ന ഒരു പോയ്സണിംഗ് എന്ന് പറയുന്നത് ഓർഗാനോ ഫോസ്ഫറസും കാർബമേറ്റ് പോയ്സണിങ്ങും ആണ്. ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമ്മൾ പെസ്റ്റിസൈഡിന്റെ ക്ലാസ്സിൽ ഇതിപ്പോ ഞാൻ എടുത്ത ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ആ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു പാരക്വാറ്റിൽ ബൈപിരിഡിനിയം ഹെർബിസൈഡ് തന്നെയാണ്. പക്ഷേ ഈ ഒരു മയോസിസും കോളിനർജിക് ക്രൈസിസും ഒക്കെ വരുന്നത് ഓർഗാനോ ഫോസ്ഫേറ്റിലും കാർബമേറ്റ് പോയ്സണിങ്ങിലുമാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ 69ന്റെ വരുന്നത് ഡി ആണ്. ഇനി 70th ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതും നമ്മൾ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് PPTയിലും നോട്ട്സിലും കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അക്കോണൈറ്റ് പോയ്സണിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഫോൾസ് ആയിട്ടുള്ള ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവിടെയും ചോദിച്ചിരിക്കുന്നത് എക്സെപ്റ്റ് ആണ്. ഓൾ ആർ ട്രൂ എക്സെപ്റ്റ്. അപ്പൊ ഇവിടെ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയാണെങ്കിലും ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അക്കണൈറ്റിൽ ഡൈറ്റർപീനും നോർ ഡൈറ്റർപീനും C20 C19 ആൽക്കലോയിഡ്സ് ഉണ്ടെന്നാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. പക്ഷെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് C20ക്ക് ഹൈ ടോക്സിസിറ്റി എന്നാണ്, C19ന് ലോ ടോക്സിസിറ്റി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു C20ക്ക് ലോ ടോക്സിസിറ്റിയും C19 ആണ് ഹൈ ടോക്സിസിറ്റിയും ഉള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 2 മാത്രമേ ഫോൾസ് ആയിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതുകൊണ്ട് 70th ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി 71st ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എല്ലാം കറക്റ്റ് ആണ്. ബെൻസോയിൽ എക്കോക്നിൻ നിങ്ങൾ കൊക്കെയിൻ പഠിച്ചപ്പോൾ പഠിച്ചാണ്. ബെൻസോയിൽ എക്കോക്നിൻ എന്ന് പറയുന്നത് കൊക്കെയിൻ്റെ ഒരു മേജർ മെറ്റബോളൈറ്റ് തന്നെയാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവർ എസ്റ്ററേസസും പ്ലാസ്മ കോളിൻ എസ്റ്ററേസും തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു കഴിയുമ്പം ബെൻസോയിൽ എക്കോക്നിൻ എസ്സേ നമുക്ക് യൂറിനിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ട് 2 to 3 ഡേയ്സിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കാരണം ബെൻസോയിൽ എക്കോക്നിന് ഒരു ലോങ് എലിമിനേഷൻ ഹാഫ് ലൈഫ് ഉണ്ട്. പക്ഷെ കൊക്കെയിനിലേക്ക് വന്നു കഴിയുമ്പോൾ കൊക്കെയിൻ ഒരു ഷോർട്ട് ഹാഫ് ലൈഫ് ആണുള്ളത്. പക്ഷെ ബെൻസോയിൽ എക്കോക്നിൻ കൊക്കെയിന്റെ മെറ്റബോളൈറ്റ് ആണെങ്കിലും അതിനൊരു ലോങ് എലിമിനേഷൻ ഹാഫ് ലൈഫ് ഉണ്ട്. അപ്പൊ ഇതിൽ ഓപ്ഷൻ 2 കറക്റ്റ് ആണ്. ഓപ്ഷൻ 3 ആണെങ്കിലും ഹെയർ സാമ്പിൾസിൽ നമുക്ക് കൊക്കെയിൻ കണ്ടുപിടിക്കാനായിട്ട് GCMSഉം റേഡിയോ ഇമ്മ്യൂണോ അസേ RIA പോലുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓൾ ഓഫ് ദീസ് ആർ ട്രൂ. ഇനി 72nd ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എൻസൈം മീഡിയേറ്റഡ് ഇമ്മ്യൂണോ അസേ ടെക്നിക്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല വരുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് നമ്മൾ ടോക്സിക്കോളജിയിൽ ഹെവി മെറ്റൽസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രിൻസിപ്പിൾസ് 3 ടെക്നിക്സിന്റെയും കറക്റ്റ് ആണ്. എൻസൈം മീഡിയേറ്റഡ് ഇമ്മ്യൂണോ അസേയുടെ മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ.
ഇനി 73rd ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലിപ്രിൻസിന്റെ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട്. ടൈപ്പ് 2 ലിപ്രിൻസ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഗ്രൂപ്പ്സ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ ബി. 73യുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 74th ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് കുറച്ച് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ മെത്തേഡ്സ് നമ്മൾ പൊതുവെ പഠിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. 74ന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. ഈ മെത്തേഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ 74ന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 75 ആണ്. ഇതിൽ ബയാത് സ്പോട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാർഡ്യൂ സ്പോട്സ് തന്നെയാണ്. നമ്മൾ അസ്ഫിക്സിയയിൽ കാണുന്ന ടാർഡ്യൂ സ്പോട്സിന്റെ തന്നെ മറ്റൊരു പേരാണ് ബയാത് സ്പോട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബയാത് സ്പോട്സ് നമ്മൾ ഓപ്ഷൻ ബിയും സിയും ഡിയും എടുത്ത് നോക്കിയാൽ അസ്ഫിക്സിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ്. അപ്പൊ ഈ ഒരു കേസിൽ ഈ ഓപ്ഷൻസ് എല്ലാം ട്രൂ ആണ്. ഇവിടെയും ഓൾ ആർ ട്രൂ എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് എക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ബയാത് സ്പോട്സ് നമുക്ക് ഇലക്ട്രോക്യൂഷനിലും കൊറോണറി ത്രോംബോസിസിലും കാണാൻ പറ്റുന്നതല്ല. ഇനി 76th ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. BNS അനുസരിച്ച് സെക്ഷൻ 79 എന്ന് പറയുന്നത് വേർഡ്, ജെസ്റ്റർ ഓർ ആക്ട് ഇന്റൻഡഡ് ടു ഇൻസൾട്ട് ദ മോഡസ്റ്റി ഓഫ് വുമൺ ആണ് സെക്ഷൻ 79 പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു ഡിസ്ക്ലോഷർ ഓഫ് വിക്ടിംസ് ഐഡന്റിറ്റി ഈസ് ക്രിമിനലൈസ്ഡ് അണ്ടർ സെക്ഷൻ 72 ഓഫ് BNS ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിക്കും സെക്ഷൻ 79 സെക്ഷൻ 72 വരേണ്ടത്. സെക്ഷൻ 79 മറ്റൊരു ക്ലോസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 76A ആണ്. 77ലേക്ക് വന്നു കഴിയുമ്പോൾ ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്ലാന്റ് പോയ്സൺസ് ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇറിറ്റൻസിന്റെ ക്ലാസ്സിലാണ് വരുന്നത് അബ്രസ് പെക്ടോറിയസ് എന്ന് പറയുന്നത്. അതും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ എഫക്റ്റ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് തോന്നുന്ന ഓപ്ഷൻ എ ആണ്. 77Aന്റെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹെമറേജും ബവൽ എഡീമയാണ് അബ്രസ് പെക്ടോറിയസ് കാണിക്കുന്ന ക്ലിനിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി ഓൾ ആർ ട്രൂ റിഗാർഡിംഗ് കാർബമേറ്റ് പോയ്സണിങ്, ഇവിടെയും എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാർബമേറ്റ് പോയ്സണിങ്ങിൽ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ബൈൻഡിങ് അല്ല. ഇറിവേഴ്സിബിൾ ബൈൻഡിങ് നടക്കുന്നത് ഓർഗാനോ ഫോസ്ഫറസ് പോയ്സൺസിന്റെ കേസിലാണ്. ഇവർക്ക് ഓർഗാനോ ഫോസ്ഫറസുമായിട്ട് വളരെയധികം സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ഒരു ഡിഫറെന്റ് ഫാക്ടർ എന്ന് പറയുന്നതാണ് കാർബമേറ്റ്സിൽ നടക്കുന്നത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ബൈൻഡിങ്ങും ഓർഗാനോ ഫോസ്ഫേറ്റ്സിൽ നടക്കുന്നത് ഇറിവേഴ്സിബിളും ആയിട്ടുള്ള ബൈൻഡിങ് ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 79 ആണ്. അതിൽ ബുള്ളസ് സ്കിൻ ലീഷൻസ് ഉണ്ടാവുന്നത് ഓപ്ഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയും ബിയും വരുന്നത് രണ്ടും ബെൻസോഡയസെപ്പിൻ ക്ലാസ്സിലുള്ള ഡ്രഗ്സ് ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബാർബിറ്റുറേറ്റ്സ് ക്ലാസ്സിലുള്ള ഡ്രഗ് ആണ് വരുന്നത്. ഓപ്ഷൻ ഡി മറ്റൊരു സെഡേറ്റീവ് ആയിട്ടുള്ള ബെൻസോഡയസെപ്പിൻ, സെഡേറ്റീവ് അല്ല സോറി, ഹിപ്നോട്ടിക് ആയിട്ടുള്ള ബെൻസോഡയസെപ്പിൻ തന്നെയാണ്. അപ്പൊ ഈ ബാർബിറ്റുറേറ്റ്സിന്റെ കേസിൽ വരുമ്പോൾ ബാർബിറ്റുറേറ്റ്സ് ആണ് ബ്ലിസ്റ്റേഴ്സ് കോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാർബിറ്റുറേറ്റ് ബ്ലിസ്റ്റേഴ്സ് ആണ് അതിനെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഫീനോബാർബിറ്റാൽ ആണ്. നെക്സ്റ്റ് 80th ക്വസ്റ്റ്യൻ വരുമ്പോൾ ബ്രത്ത് ആൽക്കഹോൾ എസ്റ്റിമേഷനിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ടൈഡൽ എയർ അല്ല മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളത്, ആൽവിയോളാർ എയർ ആണ് മോർ സ്യൂട്ടബിൾ. എക്സ്പയർഡ് ആയിട്ടുള്ള എയർ വെച്ച് നോക്കുമ്പോൾ ആൽവിയോളാർ എയർ ആണ് ബ്രത്ത് ആൽക്കഹോൾ എസ്റ്റിമേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇത് ആക്യുറേറ്റ് പോർഷൻ എന്ന് പറയുന്നത് ആൽവിയോളാർ എയർ ആണ്. അപ്പോൾ 80th ക്വസ്റ്റ്യനിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് പാർട്ട്.